പറഞ്ഞാ മതി. ഇതിലേതെങ്കിലും ഒന്ന് തൊട്, എന്നിട്ട് വേണമെങ്കിൽ മാമനുള്ള പെണ്ണ് നോക്കാം. അയ്യോ സുന്ദരിയാണല്ലോടാ. സുന്ദരി പെണ്ണാണല്ലോ മാമയ്ക്ക്. ഈശ്വരാ, നീ പറ, എത്ര പേര് പഠിക്കണം മാമനുള്ള പെൺകുട്ടി? പറ. +1 +2? ഡിപ്ലോമ പറയുമ്പോ ബികോം, മെക്കാനിക്കൽ, സോറി ബികോം മതി. ഓക്കെ. മാമ ഏറ്റവും കൂടുതൽ മാമ എന്ത് ജോലി ഇപ്പൊ ചെയ്യണം? മാമ ഒരു ജോലിയും ചെയ്യുന്നില്ല. മാമ വെറുതെ കമ്പ്യൂട്ടറിൽ ഇരിക്കുക. അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി നോക്കാം, അല്ലേ നല്ലത്? അപ്പോ നമുക്ക് വെറുതെ ഇരിക്കുന്ന പെൺകുട്ടീനെ എവിടെ പോയിട്ട് അറിയാം? ദുഷ്ട പറ. നമുക്ക് മാട്രിമോണിയിൽ അക്കൗണ്ട് തുടങ്ങിയ മാമയ്ക്ക് എന്ത് പറ്റി? ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ പോയിക്കാം. നിന്റെ സ്കൂളിൽ ടീച്ചർമാരുണ്ടായിരുന്നെങ്കിലും മാമയ്ക്ക് എന്താ? പേര് പറ കേക്കട്ടെ. വിജയമ്മ. അമ്മ വേണ്ട, വിജയമ്മ വേണ്ട, അമ്മായി ഒന്നും വേണ്ട. പിന്നെ വേറെ? വൈജി കുഴപ്പമില്ല, നല്ല ക്യൂട്ട് നെയിം. എത്ര വയസ്സായടാ ടീച്ചർക്ക്? ഏകദേശം പറ. 30 എടാ ദുഷ്ട. റെഡിക്കും ഏകദേശം എത്രയുള്ളൂ? വിജി അല്ലേ? എന്താ വൈജിയാ? വൈജി. ഓക്കെ. നാളെ ടീച്ചറെ നമ്പർ പിടിച്ചിട്ട് വരുമോ? നീ വിളിക്കുക, എനിക്ക് ഡൗട്ട് ഉണ്ട് ടീച്ചറെ എന്ന് പറയോ? എന്താടാ ഒരു ഡൗട്ട് ഉണ്ട് പറയാ. കണ്ണാ ഡൗട്ട് ഉണ്ട് പറയാ. എന്താടാ നമ്മള് പഠിക്കാനല്ലേ? പറ. നമ്മുടെ മാമന് വേണ്ടിട്ടല്ലേടാ നോക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പൊ മാമനെ എങ്ങനെ നോക്കുക? മാമന് സുന്ദരി വേണോ സുന്ദരി വേണ്ടേ? നീ ഏതാ? സുന്ദരി വേണ്ട. പിന്നെ നിന്റെ ഇതിലുള്ളത് എന്താ? മാമയ്ക്ക് കിട്ടുന്ന പെൺകുട്ടി എങ്ങനെ വേണമെന്ന്? സുന്ദരി വേണ്ട. പിന്നെ മാമനെ തല്ലണമെന്നാണോ പറയണ്ട? ഡെയിലി കുനിച്ചിരുത്തിട്ട് മാമനെ കുനിച്ചിരുത്ത് തല്ലണോ ഡെയിലി? വേറെന്തൊക്കെയുള്ളത്? മാമ എന്തായാലും ജോലിക്ക് പോയില്ല. അപ്പൊ ജോലിയിൽ പെൺകുട്ടീനെ വേണ്ടേ? മാമയ്ക്ക് ചെടിയായിട്ട് നടക്കണ്ടല്ലേ? നിന്റെ ലൈന് പറ. നിന്റെ മാമ പറഞ്ഞ അവന് എന്താ അതിന് ഇഷാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞ മാമന്റെ അടുത്ത് ഒരു വട്ടം. നീ പോയിട്ട് അവൾക്ക് എന്തായാലും കൊടുത്താ? ഐ ലവ് യു എന്തായാലും ലെറ്റർ കൊടുത്താ? നീ എന്തോ പറഞ്ഞ മാതിരി എന്റെ ജിത്തു പറഞ്ഞു. ആ ചെക്കൻ അവൻ കൊടുത്തു ഇത്ര, അവന് ഇഷ്ടാണ് പറഞ്ഞ. നീ നോണ പറയണ, നീ പറഞ്ഞോണ്ടാ. എനിക്കറിയാം നീ ജിത്തുവിന്റെ മാമനല്ലേ? ശരി, അനിയനല്ലേ? നീ എന്താ ഗിഫ്റ്റ് കൊടുത്ത അവൾക്ക്? ചക്ക. വൗ, അമേസിംഗ്. ഫസ്റ്റ് ടൈം ചക്ക. ലവ് ലെറ്റർ വിത്ത് ചക്ക. ബെസ്റ്റ്. ലവ് ചിഹ്നത്തിന് പകരം മാങ്ങയാണ് കൊടുത്തത്. ആണോടാ? റോസാപ്പൂവിന് പകരം എന്താ കൊടുത്തത്? മറ്റേ ഇതാണോ? മറ്റേ പുല്ല്.
മലയാളം ഐ ആൾറെഡി സെഡ്. നിങ്ങൾ മലയാളത്തിലേക്ക് അത് നേരെ മലയാളം എന്ന് അടിച്ചാൽ മതി. ട്രാൻസ്ലേഷൻ മലയാളം. വേറെന്താ വിശേഷം? വിശേഷം അറിയില്ല. എന്നാലും നിന്റെ ഇഷക്കുട്ടി നീ എന്നോട് പറഞ്ഞല്ലോടെ ദുഷ്ട. നിന്റെ മാമയാണ് എന്നോട് പറഞ്ഞത് അവന് ഇഷ്ടമാണ്. നമുക്കൊരു ഡോക്ടറെ നോക്കിയാലോ? ആയുർവേദ ഡോക്ടറെ. എന്താ അത് ചക്കയാവും, മാങ്ങയാവുന്ന പകരം ചക്കയാവും. അല്ല ആയുർവേദ നമുക്ക് നമുക്കൊരു ആയുർവേദ ഡോക്ടർ നോക്കിയാലോ? മാമയ്ക്ക് പറയേണ്ട ദുഷ്ട. ആയുർവേദ ഡോക്ടറെ കുറിച്ച് എന്താ അഭിപ്രായം? പറ. ആയുർവേദ ഡോക്ടറെ കുറിച്ച് എന്താ അഭിപ്രായം? ആയുർവേദ ഡോക്ടർ എങ്ങനെ ഉണ്ടാ? ചക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. നീ ഒരു ഏകദേശം പറയാം ആയുർവേദ ഡോക്ടർ. എന്റെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്. എനിക്കറിയില്ല. നിന്റെ മാമയ്ക്ക് നോക്കട്ടെ. ഞാൻ കണ്ടതാടാ. നമ്മുടെ അവിടെ വീട്. ആയുർവേദ ഡോക്ടറെ അവന് ദിവസം മറ്റേ അവനെ കടത്തി ഒഴിയാലോ. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ജീനിയസ് ആണ്. പിന്നെ ഇവന്റെ കുറെ ബിസിനസ് ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒറ്റപ്പാലമുണ്ട്, പിന്നെ തൃശ്ശൂർ, എറണാകുളം കുറേ ഉണ്ട്. റിസർവ് ബാങ്ക് 2 പറയില്ല അതേമാതിരി ഒരു കുറേ ഹോട്ടലുണ്ട്. മായന്നൂർ തന്നെ ഇവർക്ക് ഹോട്ടലുണ്ട്. തീപ്പാറ സെൻറ്ററിൽ വലിയൊരു ഹോട്ടലുണ്ട്. ഒരു ദിവസം തന്നെ ലക്ഷങ്ങളുടെ കച്ചവടമാണ്. പിന്നെ വലിയ കഫേ ഹോട്ടൽ രാവിലെ തന്നെ അവിടെ ഒരു 5 ലക്ഷത്തിന് കച്ചവടം അവിടെ നടക്കും. പിന്നെ അവിടെ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ഒരു 5 ലക്ഷം, ഒരു 4 ലക്ഷത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിലും പക്ഷെ 9 ലക്ഷം രാവിലെ കച്ചവടം കഴിക്കും. അല്ലടാ കാണുന്നതിൻ്റെ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇന്റർനെറ്റ് ഓഫ് ഉണ്ട് ഇവന്റെ മാമയ്ക്ക്. അതിലൊരു ദിവസം ഒരു ക്യൂ ആണ്. ഒരു 500ന്റെ അടുത്ത ആൾക്കാർ ക്യൂ ആണ്. ഒന്ന് ഇവന്റെ മാമേനെ കാണാനും പിന്നെ ഇവന്റെ മാമയോട് സംസാരിക്കാൻ. മൊത്തം കൂടുതൽ 99%, 400-ൽ ഒരു 350 പേര് പെൺകുട്ടികളായിരിക്കും. അല്ല കാണാ. പിന്നെ മാമന് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളുള്ള ബിസിനസ് ഉണ്ട്. അതിലൊരു 50 ലക്ഷങ്ങൾ വേറെ. ഒരു വർഷത്തിൽ 50 ലക്ഷം. മൊത്തത്തിൽ ഒരു അംബാനിയൊക്കെ വലിയ ആൾക്കാരാണ്. അല്ലടാ. പിന്നെ ഇവന് പാർട്ട് ടൈം ജോബൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്റെ ജോലി എന്താന്ന്? ഹലോ ഏട്ടാ, ഞാൻ അതാ അങ്ങോട്ട് വരുന്നു ഓഫീസിക്ക്. ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായല്ലോ.